ഹല്ലേലൂയ. കർത്താവിന്റെ നല്ല വചനം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. The first letter of John chapter 3 verse number 1. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. വചനം ഇങ്ങനെ പറയുന്നു, See how very much our Father loves us, for he calls us his children, and that is what we are. But the people who belong to this world don't recognize that we are God's children because they don't know him. Hallelujah. എന്ന് വായിച്ച് കേൾക്കാം. ആമേൻ. ഓ ഹല്ലേലൂയ. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ വെച്ചാൽ ദൈവമക്കള് തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായിക കൊണ്ട് അവര് നമ്മളെ അറിയുന്നില്ല. ഹല്ലേലൂയ. എത്ര വലിയൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് യോഹന്നാൻ വെച്ചിരിക്കുന്നത്, അല്ലെ, എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് ആരുടെങ്കിലും തലയ്ക്കകത്ത് സ്തോത്രം, ഞാൻ ദൈവ പൈതലല്ല, അല്ലെങ്കിൽ ഞാൻ ആരാ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നത് മാറണം. തിരുവചനം ശക്തമായിട്ട് ലേഖനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. ലോകത്തിനോട് പറയാ, നിങ്ങളൊന്ന് നോക്കിക്കേ, ഞാൻ ദൈവ പൈതല, ഞാൻ മകനാ, ഞാൻ മകളാ. ഹല്ലേലൂയ. മകനും മകളും എന്ന് പറഞ്ഞാൽ പദവി മാറി, സ്റ്റേറ്റസ് മാറി. ഹല്ലേലൂയ. വേലക്കാരനല്ല, വേലക്കാരിയല്ല. ഹല്ലേലൂയ. പക്ഷെ മകനും മകളുമാ. ഒരു വീട്ടിൽ അവകാശിയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളായി തീർന്നു. പദവി ഏറ്റവും വലിയ പവർഫുൾ പൊസിഷനാ. അപ്പന്റെയും അമ്മയുടെയും അടുത്ത്, അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് മക്കള് എന്ന് വീട്ടിലെ മക്കൾക്ക് തിരിച്ചറിഞ്ഞാൽ അവരുടെ അധികാരം മാറി, അല്ലേ? ഹല്ലേലൂയ. വെച്ചും പിറുപിറുത്തും എനിക്കിത് നടന്നു കിട്ടുവോ എന്നുള്ള സംശയത്തിലല്ല, അല്ലേ? പക്ഷെ ഇതെന്റെ അവകാശമാ എന്നുള്ള തിരിച്ചറിവ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര അധികാരമാ, അല്ലേ? അവര് അപ്പന്റെ അയലോക്കത്തുനിന്ന് വരുന്ന പിള്ളേരും അവരുടെ കൂട്ടുകാരി പിള്ളേരും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് എത്ര അധികാരമാ, അല്ലേ? അവര് അപ്പന്റെ അയലോക്കത്തുനിന്ന് വരുന്ന പിള്ളേരും അവരുടെ കൂട്ടുകാരി പിള്ളേരും നമ്മുടെ വീട്ടിൽ വന്നാല് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ ആ അയൽവക്കത്തുള്ള പിള്ളേര്, കൂട്ടുകാരി പിള്ളേര്, അവർക്കൊരു പരിധിയുണ്ട്. നമ്മളോട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ ദൈവ മകനാ, ഞാൻ ദൈവ മകളാ, എനിക്ക് ദൈവസന്നിധിയിൽ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് ഭൂമിയിൽ വന്നത് നിങ്ങൾക്കും എനിക്കും പിതാവിന്റെ സന്നിധിയിൽ സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയാ. നിങ്ങൾക്കും എനിക്കും തരാൻ വേണ്ടിയാ. നിങ്ങൾക്കും എനിക്കും പഴയ നിയമത്തിലെ പോലെ കിടന്ന് കുഴയാൻ വേണ്ടിയല്ല, പക്ഷെ പുതിയ നിയമത്തിലെ അധികാരത്തിൽ നിൽക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വേലക്കാരും പുറന്തള്ളപ്പെട്ടവരും കരഞ്ഞും കൊഴിഞ്ഞും നിൽക്കും, പക്ഷെ ദൈവമക്കളോ അവകാശം പറഞ്ഞു നിൽക്കും. പറയാ, ലോകത്തിന് ഇത് അറിയത്തില്ല. അപ്പം ലോകക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല, ഞാൻ ദൈവ പൈതലാണെന്ന്. പക്ഷേ ദൈവമക്കൾക്കറിയാം അവരുടെ പദവി എന്താണെന്ന്. വചനം പറയുന്നത്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ സ്തോത്രം, നമുക്ക് പാപത്തിന്റെ മേൽ ജയം എടുക്കുവാൻ കർത്താവ് അവകാശം തരുക. ഹല്ലേലൂയ. നമ്മളൊരു നമ്മളെ വിശുദ്ധരാക്കി നമ്മളെ നിർത്തുകയും സ്തോത്രം, നമ്മളുടെ സെൽഫ് വർത്ത്, ഞാൻ ആര് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളിൽ വർദ്ധിച്ചു വരിക. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ മകനും മകളും ആണെന്ന് നാം തിരിച്ചറിയുമ്പോൾ, ഞാൻ മകനും മകളും ആണെന്ന് തിരിച്ചറിവിൽ നിന്ന് വ്യത്യസ്തമായ പഠിപ്പീരെല്ലാം കർത്താവിന്റെ വചനം പറയുന്നത്, അതെല്ലാം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യല്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊരു വീട്ടിനകത്ത് നോക്കിയാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വീട്ടിനകത്ത് മക്കള് അവരെങ്ങനെയാ അവരുടെ കാര്യം നേടിയെടുക്കുന്നത്. മക്കളാണെങ്കിൽ അവര് വന്നിട്ട് അപ്പന്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് അപ്പനും അമ്മയ്ക്കും അറിയാം അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നല്ലേ, അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന്. അഥവാ ഒരു കാര്യം പിള്ളേർക്ക് കിട്ടിയില്ലെങ്കിൽ പിള്ളേർ വന്നിട്ട് അപ്പന്റെ അമ്മയുടെ അടുത്ത് വന്നവര് കൊഞ്ചും ശാഠ്യം പിടിക്കും. അവരങ്ങനെയൊക്കെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. പക്ഷെ വേലക്കാർ
അവര് വന്നിട്ട് യാചിക്കും, അവര് വന്നിട്ട് കരയും, അവര് അവർക്ക് സംശയമുണ്ട്, അവരുടെ അകത്ത് ഇത് നടക്കത്തില്ല എന്നൊക്കെ അല്ലേ. പക്ഷെ മക്കളാണെങ്കിലോ, മക്കള് കരയുവല്ല ചെയ്യുന്നേ, മക്കൾ അവകാശം പറയുക. ഹല്ലേലൂയ. മക്കൾക്കറിയാം ഇത് നടന്നു കിട്ടുമെന്ന്. മക്കൾക്കറിയാം ഇത് നടന്നു കിട്ടുമെന്ന്. നടന്നില്ലെങ്കിൽ മക്കള് ചെന്നിട്ട് അപ്പായുടെ അടുത്ത് ചെന്നിട്ട് പറയും, അപ്പ ഇതെനിക്ക് കിട്ടിയേ പറ്റൂ, ഇതെനിക്ക് വേണം. ഹല്ലേലൂയ. അവരെ അവകാശം പറയും. സ്തോത്രം. പഴയ നിയമം മൊത്തം നിയമങ്ങളും ഞാനിത് ചെയ്താൽ എനിക്കിത് നടത്തി കിട്ടും എന്നുള്ള കാഴ്ചപ്പാട് പറയുന്നേ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥനയാൽ നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നന്ദിയും പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥനയാൽ ഇതിനെയെല്ലാം നേടിയെടുക്കാനാ പറയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെല്ലാം പറഞ്ഞത് നിയമങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ്, ഇതൊരു ഭയങ്കര തിന്നായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്നും പല ആൾക്കാര് അതങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ ദൈവ പൈതല, അല്ല ദൈവ പൈതല് സകലതും നേടിയെടുക്കുന്നത് അപ്പനോടുള്ള ബന്ധത്തിലാ നേടിയെടുക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ കരഞ്ഞും ഞാൻ പലതും ചെയ്തും അല്ല നേടിയെടുക്കുന്നത്. പല ആൾക്കാരും എന്താ അവർക്കത് മനസ്സിലാവാത്തത് കൊണ്ട് അവർ പറയും, ഞാൻ ഇന്ന കാര്യം ചെയ്തത് കൊണ്ട് എനിക്ക് കർത്താവ് ഇതിന്റെ മറുപടി തന്നു, ഞാൻ ഇന്നത് മറുപടി തന്നു. ചിലവർ പറയും, ഞാന് ഞാൻ 7 ദിവസം ഞാൻ ഉപവസിച്ചു, അതുകൊണ്ട് കർത്താവ് എനിക്കിത് ചെയ്തു തന്നു. പിന്നെന്താ? പിന്നെ കർത്താവിന്റെ കാൽവരി ക്രൂശിന്റെ പ്രസക്തി അവിടെ നഷ്ടപ്പെട്ടു പോയി. കർത്താവ് എനിക്ക് ചെയ്തു തന്നത് നഷ്ടപ്പെട്ടു പോയി. എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ ഉപവസിച്ചത് കൊണ്ട് പോയി. കർത്താവ് എനിക്ക് ചെയ്തു തന്നത് നഷ്ടപ്പെട്ടു പോയി. എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ ഉപവസിച്ചത് കൊണ്ട് എനിക്കിത് ചെയ്തു തന്നു. അല്ലെങ്കിൽ ഞാൻ കരഞ്ഞത് കൊണ്ട് എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. ഞാൻ ദശാംശം കൊടുത്തത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. അല്ല. ഹല്ലിയ. കർത്താവ്, നമ്മൾ ഇന്ന് നിൽക്കുന്നത് ജയത്തിന്റെ സ്ഥലത്ത്. ഇന്ന് തിരിച്ചറിയണം, യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ കർത്താവ് മായ്ച്ചു കളഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത ആ പരമയാഗം ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപം മാലൂയ, ഞാൻ ദൈവ പൈതലായി. ഞാൻ അവിടെ കർത്താവ് ചെയ്ത നന്മയിൽ നിന്നാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ പുറത്ത് കരഞ്ഞും നിലവിളിച്ചും മുട്ടേ നിന്നതും കൊണ്ടും ദശാംശം കൊടുത്തത് കൊണ്ടും ഞാൻ 10 ദിവസം ഉപവസിച്ചതും കൊണ്ടല്ല എൻ്റെ ഈ നന്മ വെളിപ്പെല്ലാം ഞാൻ ചെയ്യുന്നത്. അതെൻ്റെ ഇഷ്ടത്തിന്, ഞാൻ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ അതെല്ലാം ചെയ്യുന്നത്. ഇതൊന്നും കാരണമല്ല എൻ്റെ അനുഗ്രഹം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഞാൻ ഇന്ന് നിൽക്കുന്ന സ്ഥാനം ജയത്തിന്റെ സ്ഥാനമാ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിന്നതിന്റെ സ്ഥാനമാ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന സ്ഥലം ജയത്തിൽ, എന്ന് വെച്ചാൽ കാൽവരി ക്രൂശ് എനിക്ക് നേടിത്തന്ന ജയത്തിൽ നിന്ന് ഞാൻ കർത്താവിൽ നിന്ന് സകലതും നേടിയെടുക്കുന്നത്. തിരുവചനം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം വ്യക്തമായിട്ട് പറയുന്നു, ദൈവ മക്കള് ആകുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, യു ആർ റീബോൺ. നിങ്ങൾ വീണ്ടും ജനിക്കുക. നിങ്ങൾ വീണ്ടും ജനിക്കുന്നത് മനുഷ്യന്റെ ഇച്ഛയാലല്ല, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ജനനം കാരണമല്ല, പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടത്താൽ ആത്മീയ ജീവനിലേക്ക് നിങ്ങൾ വരുക. എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ഇനിയും പുതിയ സൃഷ്ടിയ, നിങ്ങളും ഞാനും ദൈവ മക്കളാ. നിങ്ങളും ഞാനും ലോകത്ത് കിടക്കുന്ന ആൾക്കാരെ പോലല്ല. ലോകക്കാര് കരയണം, നിലവിളിക്കണം, അവരുടെ മേൽ ശാപമുണ്ട്, പാപമുണ്ട്, തകർച്ചയുണ്ട്. പക്ഷെ ഞാൻ ദൈവ പൈതലായതുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ ആസ്വദിക്കുക. ഇതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നത്, മേളിലൊരു ഓവർ ഹെഡ് ടാങ്ക് ഉണ്ട്. ആ ടാങ്ക് നിറച്ച് അനുഗ്രഹമാ. ഹല്ലേലൂയ. അതിനകത്തൂടെ ഒരു പൈപ്പ് ഉണ്ട്. അല്ലെ, ആ പൈപ്പിലൂടെ ഞാൻ ടാപ്പ് തുറക്കും തോറും എൻ്റെ ജീവിതത്തിനകത്തേക്ക് ഈ മേളിൽ കിടക്കുന്ന
വെള്ളം ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ട അനുഗ്രഹങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അല്ലേ? നമ്മുടെ കാഴ്ചപ്പാട് മാറും തോറും നമ്മുടെ ജീവിതത്തിനകത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാൻ ദരിദ്രനല്ല. ഹല്ലിയ. യേശു കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയവരാരും ദരിദ്രപ്പെട്ട് പോയി ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഈ വചനത്തിന്റെ പുസ്തകം ഒരിക്കലെങ്കിലും കയ്യിലെടുത്തിട്ട് ഇതെന്റെ കർത്താവാണെന്ന് പറഞ്ഞ് ഈ കർത്താവിന്റെ പിന്നാലെ ആത്മാർത്ഥതയോടെ സേവിച്ചിറങ്ങിയിട്ടുണ്ടോ? ഒരിക്കലും. സ്തോത്രം. അവരുടെ സകല ആവശ്യങ്ങളും ഹല്ലേലൂയ എൻ്റെ നല്ല ഇടയനായ അപ്പ നൽകി കൊടുക്കും. ഹല്ലേലൂയ. സകലതും സകലതും. അതുകൊണ്ട് ആ വചനം പറയുന്നേ, കർത്താവിന്റെ നല്ല ഇടയന, എന്നെ വഴി നടത്തുന്ന നല്ല ഇടയന. ഹല്ലേലൂയ. നമ്മൾ ശിഷ്യന്മാരെ നോക്കി കഴിയുമ്പോൾ ശിഷ്യന്മാരില് ഏൽപ്പിച്ചത് തൻ്റെ മാറത്ത് കിടന്നവനെ കൊടുത്തത്. ഹല്ലേലൂയ. യേശുവിന്റെ മാറത്ത് കിടന്ന് തൻ്റെ കണ്ണിലേക്ക് സ്നേഹത്തോടെ നോക്കി യേശുവിന്റെ ഹൃദയത്തിന്റെ ആ സ്പന്ദനം കാതിൽ കേട്ട് അത് ആസ്വദിച്ചു കിടന്ന യോഹന്നാന്റെ കയ്യില് വെളിപാട് കൊടുത്തത്. ഹല്ലേലൂയ. വെളിപാട് കൊടുത്തത്. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം മൊത്തം നമ്മൾ പഠിക്കുമ്പോൾ മൂപ്പന്മാര് സ്വർഗത്തിൽ നിന്ന് അവരുടെ കിരീടമൊക്കെ താത്തു വെച്ച് ദൂതന്മാരോടൊപ്പം അവര് കരയുവല്ല ചെയ്തത്, അവര് പാടുവാ ചെയ്തെന്നാ വചനം പറയുന്നേ. ഹല്ലേലൂയ. നിങ്ങളും ഞാനും ക്രിസ്തുവിലായിരിക്കുന്നത് ക്രിസ്തുവിനെ വാഴ്ത്താൻ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എല്ലാ വിധത്തിലും വാഴാനാ ചെയ്യുന്നത്, വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഞാൻ ദൈവ പൈതലായതുകൊണ്ട് ഇനി എൻ്റെ മേൽ ശാപമില്ല, ഇനി എൻ്റെ മേൽ പാപത്തിന് അധികാരമില്ല, ഇനി എൻ്റെ മേൽ പാരമ്പര്യം തൊടത്തില്ല, എൻ്റെ അപ്പൻ്റെ അധികാരമില്ല, ഇനി എൻ്റെ മേൽ പാരമ്പര്യം തൊടത്തില്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പല കാര്യങ്ങൾ ഇനി എന്നെ തൊടത്തില്ല. ഞാനൊരു സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാ. ഞാൻ പറയട്ടെ, നമ്മുടെ ചിന്തകള് എപ്പം തിരിയുന്നോ അവിടെ നമുക്ക് അനുഗ്രഹം തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. കൊളോസിയരുടെ ലേഖനം 3-ാം അധ്യായം കൊളോസിയരുടെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, നിങ്ങളെ ആരും വശീകരിക്കല്ലേ. ഹല്ലേലൂയ. നിങ്ങളെ ആരും അടക്കി പിടിക്കല്ല. ഡോണ്ട് ലെറ്റ് എനി വൺ ക്യാപ്ചർ യു എന്ന് പറഞ്ഞാൽ ഒരു വേട്ടക്കാരന്റെ കെണിക്കകത്ത് അകപ്പെട്ടു പോകല്ലേ എന്ന കൊളോസിയരുടെ ലേഖനം 2:8 പൗലോസ് അപ്പോസ്തലൻ കൊളോസിയ സഭക്കാർക്ക് എഴുതി വെച്ചത്. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെക്കുക, നിങ്ങളെ ആരും അകപ്പെടുത്തല്, നിങ്ങളെ ആരും അകപ്പെടുത്തല്, നിങ്ങളെ ആരും വഞ്ചിച്ചു കളയല്, നിങ്ങളെ ആരും പിടിച്ചു കെട്ടിവെക്കല്. ഡു നോട്ട് ലെറ്റ് എനി വൺ ക്യാപ്ചർ യു. ഒരു വല വീശി നിങ്ങളെ ഒതുക്കി വെക്കല്. നമ്മൾ പല ട്രാൻസ്ലേഷൻസ് വായിക്കുമ്പോൾ, ആംപ്ലിഫൈഡ് ബൈബിളൊക്കെ നമ്മളത് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകും. എന്ന് വഞ്ചിക്കപ്പെട്ട് വലയ്ക്കകത്ത് വീണു പോകല്ലേ. ഹല്ലേലൂയ. എന്താ, പലവരും പറയും നിങ്ങൾ ഇത് ചെയ്യണം അത് ചെയ്യണം എന്നാലേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കത്തുള്ളൂ. നോ, ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവിന് ഹൃദയം കൊടുത്ത് വിശ്വസിച്ചാൽ മതി. ഞാൻ ദൈവ പൈതല. എൻ്റെ വീട്ടിനകത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ വന്ന് വീണ് കെഞ്ചി കരഞ്ഞ് അയ്യോ ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ തൊഴിച്ചു വിടും. എന്താന്ന് വെച്ചാൽ അവർക്ക് അവരുടെ അവകാശം എന്താന്ന് അവർക്ക് തിരിച്ചറിയത്തില്ല. സ്തോത്രം. എൻ്റെ മക്കള് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് കൊഞ്ചുമ്പം അവർക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതിലും അപ്പുറം ഞാൻ ചെയ്തു കൊടുക്കും. ഇതുകൊണ്ട് കർത്താവിന്റെ വചനം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, നിങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യുന്നതപരമായി നൽകുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. കൊളോസിയരുടെ ലേഖനം 2:8 വായിക്കാം. 2:8. ഡോണ്ട് ലെറ്റ് എനിവൺ. ആ തത്വജ്ഞാനവും വെറും പൊള്ള വഞ്ചനയും കൊണ്ട്, ആ തത്വജ്ഞാനവും വെറും പൊള്ള വഞ്ചനയും കൊണ്ട് കണ്ടോ, ആരും നിങ്ങളെ വശീകരിച്ച് അടിമപ്പെടുത്തല്ലേ. എന്തുവിനെ അടിമപ്പെടുത്തുന്നേ? മനുഷ്യന്റെ വാക്കുകളിൽ അടിമപ്പെടുത്തി കളയല്ലേ. സ്തോത്രം. എൻ്റെ ഈ ആത്മീയ ജീവിതത്തിനകത്ത് പലവരുടെ കാര്യങ്ങളിൽ നിന്നും ഞാൻ കേട്ടിട്ടും അനുഭവിച്ചിട്ടുമുണ്ട്. ഒരു കാര്യം സത്യം, യേശു പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അറിയാം. മക്കളെന്നുള്ള വിധത്തിൽ ദൈവസന്നിധിയിൽ നിന്നാല് എൻ്റെ കർത്താവ് ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒരു കാര്യവും ഞാൻ കരഞ്ഞും നിലവിളിച്ചും
വേലക്കാരിയെ പോലെ അയ്യോ ഇത് നടക്കുവോ എന്ന് പറഞ്ഞിരുന്നിട്ട് അല്ല നേടിയത്. ഞാൻ എൻ്റെ പദവി തിരിച്ചറിഞ്ഞിട്ട് ഞാൻ മകനാണ്, ഞാൻ മകളാണ്, ഇതെൻ്റെ അപ്പ ആണ്, ഞാൻ എൻ്റെ ബന്ധം പുലർത്തിയപ്പോഴാ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ സാധിച്ചത്. ഹല്ലിയ. എവിടെ ഞാൻ തിരിച്ചറിഞ്ഞു ഇതെനിക്ക് വേണ്ടി അവിടെ സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്, ഞാൻ കർത്താവിനെ സ്നേഹിക്കും തോറും എൻ്റെ ഈ നന്മകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹാലലൂയ. എൻ്റെ മേൽ ഇന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ മേൽ ശാപമില്ല, എൻ്റെ മേൽ ബന്ധനമില്ല. ഹല്ലിയ. എൻ്റെ മേൽ ഇനിയും പാപ, ഞാൻ ദൈവ മകന. അപ്പോസ്തലൻ പറയുന്നത് ഇതിനപ്പുറം പറയുന്നതെല്ലാം വഞ്ചനയാ. ഹാലലൂയ. ഇനി എൻ്റെ മേൽ ശാപത്തിന് ഒരു സ്ഥാനമില്ല. ഹാലലൂയ. ഞാൻ എന്തെങ്കിലും കൊടുത്താൽ അനുഗ്രഹിക്കുന്ന ദൈവമല്ല എൻ്റെ യേശു. ഹാലലൂയ. സ്തോത്രം. ഞാൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് എന്നെ ഹാലലൂയ. സ്തോത്രം. ഞാൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവല്ല. ഒരിക്കലും പറയല്ല ഞാൻ ദശാംശം കൊടുത്തത് കൊണ്ട് എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. നോ. ഹാലലൂയ. ദൈവത്തിന് നമ്മുടെ ദശാംശം മേടിക്കാനിരിക്കുന്ന ഒരു ദൈവമല്ല. ഹാലലൂയ. സ്തോത്രിക്കാനിരിക്കുന്ന ഒരു ദൈവമല്ല. ഹാലലൂയ. സ്തോത്രം. നമ്മള് ദൈവത്തിന് എന്തിനാ, ദൈവരാജ്യത്തിനാ നമ്മൾ കൊടുക്കുന്നത്, ഒരു വ്യക്തിക്കല്ല കൊടുക്കുന്നത്. അല്ലെ, ഞാൻ കൊടുത്തതും കൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമല്ല. അത് പഴയ നിയമം. ഹാലലൂയ. പുതിയ നിയമത്തിനകത്ത് വരുമ്പം യേശു കർത്താവ് പറയുന്നത് നിങ്ങളുടെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കാൻ. യേശു കർത്താവ് പറയുന്നത് അവനവന്റെ ഹൃദയത്തിനകത്ത് തോന്നുന്ന വണ്ണം ചെയ്യാൻ. അല്ലെ, ഒരുവന് അധികം ക്ഷമിക്കപ്പെട്ടാൽ അവൻ അധികം കർത്താവിന് കൊടുക്കും. സ്തോത്രം. ഞാൻ എന്നോട്, എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചു, എന്നെ പാപത്തിൽ നിന്ന് മാറ്റി, എന്നെ ഒരു നീതിമാനാക്കി, എന്നെ മരണത്തിൽ നിന്ന് മാറ്റി ജീവനിലേക്ക് കൊണ്ടുവന്നു, എന്നെ ഇരുട്ടിൽ നിന്ന് മാറ്റി എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. സ്നേഹം കൊണ്ട് ഞാൻ നിറയും. ഇത് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ സമയം ഞാൻ കൊടുക്കും, ശരീരം ഞാൻ ദൈവത്തിന് കൊടുക്കും, ഞാൻ എൻ്റെ മക്കളെ കൊടുക്കും, ഭർത്താവിനെ കൊടുക്കും, ഭാര്യയെ കൊടുക്കും, എൻ്റെ ആസ്തികൾ കൊടുക്കും, എൻ്റെ എല്ലാം ഞാൻ കൊടുക്കും സ്നേഹത്തിൽ നിന്ന്. ഹാലലൂയ. അവിടെ എന്നെ ആർക്കും നിർബന്ധിക്കാൻ പറ്റത്തില്ല, നീ ഇത് കൊടുത്താലേ നീ രക്ഷപ്പെടത്തുള്ളൂ. നോ. ഹാലലൂയ. എൻ്റെ സ്നേഹത്തൊക്കെ എൻ്റെ കർത്താവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും. ഹാലലൂയ. സ്തോത്രം. എൻ്റെ പണം മാത്രമല്ല, പലപ്പോഴും ഫോക്കസ് തെറ്റിപ്പോകും. പണമെന്ന് പറഞ്ഞു ഫോക്കസ് ചെയ്യും. അല്ല, ഞാൻ ക്രിസ്തുവിലായിരിക്കുമ്പം എൻ്റെ എല്ലാം ക്രിസ്തുവിൻ്റെതാ. എൻ്റെ ശബ്ദം കൊടുക്കും, എൻ്റെ ആരോഗ്യം കൊടുക്കും, എൻ്റെ സമയം കൊടുക്കും, ആരോഗ്യം കൊടുക്കും, എൻ്റെ സമയം കൊടുക്കും. ഇതെല്ലാം ഞാൻ കർത്താവിന് കൊടുക്കുന്നതാ. പൗലോസ് അപ്പോസ്തലൻ പറയാ, ഇതിനപ്പുറം പറഞ്ഞു വരുന്നതെല്ലാം ഒന്ന് വായിച്ചാൽ എന്തുവാണ് അത്? എംപ്റ്റി ഫിലോസഫീസ് ആൻഡ് ഹൈ സൗണ്ടിങ് നോൺസെൻസ്. വായിച്ച്. അത് ക്രിസ്തുവിന്റെ അല്ല, അത് ലോകത്തിന്റെ ആദ്യപാഠം. ഇന്നും പലയിടങ്ങളിലും ആദ്യപാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ല. സ്തോത്രം. നമ്മൾ അങ്ങനെയല്ല. ഹാലലൂയ. ലോകത്തിന്റെ നിങ്ങൾ പാപത്തിൽ നിന്ന് തിരിയണം, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആദ്യ പാഠങ്ങളിൽ കിടക്കുക. അപ്പോസ്തലൻ പറയുന്നത് അത് ആദ്യ പാഠങ്ങളിൽ കിടക്കുക. അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ആദ്യ പാഠത്തിൽ നിന്നൊന്ന് ഇങ്ങോട്ട് നീങ്ങിക്കേ. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ ശാന്ത ആന്റിയുടെ വിടുതൽ കേട്ടു, അല്ലെ? സൗഖ്യം കേട്ടു. ശാന്ത ആന്റി ആരാധിച്ചോണ്ടിരുന്നപ്പം ആന്റിയുടെ ശരീരത്തിനകത്ത് സൗഖ്യം വെളിപ്പെട്ടു. എങ്ങനെയാ അത് വെളിപ്പെട്ടത്? ആന്റി ആരാധിച്ചത് സ്നേഹം ആരാധിച്ചു, ഇത് യേശുവാണെന്നുള്ള തിരിച്ചറിവിൽ ആരാധിച്ചു. ആരാധിച്ചപ്പോൾ കർത്താവ് സൗജന്യമായി രോഗസൗഖ്യം കൊടുത്തു. ഇതാണ് നമ്മൾ ഇന്ന് ജയത്തിൽ നിന്നാണ് നമ്മൾ ആരാധിക്കുന്നത്. എനിക്ക് വേണ്ടി യേശു എൻ്റെ രോഗസൗഖ്യം നേടിത്തന്നു, എൻ്റെ സാമ്പത്തിക വിടുതൽ തന്നു, എൻ്റെ മക്കളുടെ അനുസരണ, എൻ്റെ ജീവിതങ്ങളുടെ അനുസരണ, എൻ്റെ ജീവിതമെല്ലാം ഇതെല്ലാം എനിക്ക് തന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് നാം ആരാധിക്കുന്നത്. കർത്താവിന് പണം കൊടുത്തിട്ടല്ല, ഉപവസിച്ചിട്ടല്ല. ഓ അല്ല അല്ല അല്ല. അത് ചെയ്താൽ ക്രിസ്തുവിൻ്റെ ക്രൂശിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അങ്ങ് യാഗമായി തീരണ്ടായിരുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അതിനപ്പുറം പഠിപ്പിക്കുന്നതും അതിനപ്പുറം നിങ്ങൾ സ്വീകരിക്കുന്നതും എല്ലാം ദുരുപദേശമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് അതെന്ത് കൊണ്ടുവരും? ഭയം കൊണ്ടുവരും.
അത് കൊണ്ടുവരും. അയ്യോ, ഞാൻ ഉപവസിക്കാമെന്ന് പറഞ്ഞു, ഞാൻ 7 ദിവസം ഉപവസിക്കാമെന്ന് സഹിക്കാതെ വന്നു, ഞാനങ്ങ് കഴിച്ചു, അയ്യോ ഇനി ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം വ്യർത്ഥമായി പോയി. നോ, ഹല്ലേലൂയ. അവിടെ എന്ത് പറ്റി? ഞാൻ മനുഷ്യ എഫേർട്ടിൽ ഞാൻ ആശ്രയിച്ചു. ഹല്ലേലൂയ. അതെല്ലാം അത് ദൈവികമല്ല. ഞാൻ എൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിച്ചു. ഞാൻ എൻ്റെ ഉപവാസത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചു. ഞാൻ എൻ്റെ ക്രമങ്ങളിൽ ആശ്രയിച്ചു. അവിടെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആശ്രയിച്ചില്ല. എവിടെ നമ്മൾ ഇതെല്ലാം മതിമറന്ന് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, നമ്മൾ കർത്താവുമായിട്ടിരിക്കണം. പക്ഷേ നാം ഉപവസിക്കുന്ന എന്തുവാ? നാം ജഡത്തിനെ വെടിഞ്ഞ് കർത്താവുമായിട്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ ഇടയിൽ ഞാൻ, ശരി കർത്താവേ, ഞാൻ 2 നേരം പട്ടിണി കിടന്നിട്ട് ഒരു നേരം ഞാൻ അല്പം 1 സ്പൂൺ കഞ്ഞി കുടിച്ചിട്ട്, കർത്താവ് അങ്ങനൊന്നും പറഞ്ഞില്ലെന്നേ. എങ്ങും പൗലോസ് അപ്പോസ്തലനോ അപ്പോസ്തലന്മാരോ യേശുവോ ഒന്നും അപ്പോസ്തലന്മാരോ യേശുവോ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ പട്ടിണി കിടന്നാലേ നിങ്ങൾക്കെല്ലാം തരുമെന്ന്. ഹല്ലിയ. കർത്താവ് പറയുന്നത് ഇതെല്ലാം സൗജന്യമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ഞാൻ വേലക്കാരനല്ല, വേലക്കാരിയല്ല, ഞാൻ ദാസനും അല്ല, ഞാൻ പാപിയല്ല. ഹല്ലിയ. ഇനി ഞാൻ പാപിയല്ല, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. ഞാൻ പറയട്ടെ, എന്ന് നാം യേശു എൻ്റെ കർത്താവാണെന്ന് പറയുന്നോ, അന്നു തൊട്ട് പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങും. ഓരോ ദിവസവും നമ്മളെ ക്രിയ ചെയ്ത് കൊണ്ടുവരും. പൗലോസ് അപ്പോസ്തലൻ അറിയാമായിരുന്നു കേറി ഇറങ്ങിയ വിശ്വാസികൾ ഉണ്ടെന്ന്. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, നമ്മളുടെ ഇടയിൽ ബലഹീനരായ വിശ്വാസികളുണ്ട്, നമ്മുടെ ഇടയിൽ പുതിയതായിട്ട് വന്നവരുണ്ട്, അവരെയൊക്കെ പഠിച്ചവരും ബലമുള്ളവരും ഒക്കെ അവരെ ശക്തീകരിക്കണം. അല്ലാതെ അവർക്ക് ഇത്രയേ അറിയത്തുള്ളൂ, അവർക്ക് ഇത്രയേ ഉള്ളൂ, എന്നിട്ട് അവരെ കളിയാക്കുകയും താഴ്ത്തിക്കെട്ടുകയും അല്ല ചെയ്യേണ്ടത്. സ്തോത്രം. നമ്മൾ നമ്മളുടെ ബുദ്ധിയിൽ നിന്ന്, ഹല്ലേലൂയ, ആ ഒരു വിശ്വാസത്തിനെ വഴി നടത്താൻ സമ്മതിക്കല്ല. ഇത് ക്രിസ്തുവിന്റെ വിശ്വാസം മാത്രമേ ഈ പുതിയ നിയമം, നമ്മളിന്ന് പുതിയ നിയമത്തിലെ പുതിയ കർത്താവിന്റെ രക്തത്തിന്റെ ഉടമ്പടി പ്രകാരം ഉള്ള വിശ്വാസികളാണ് നമ്മൾ ഓരോരുത്തരും. യേശു എനിക്ക് വേണ്ടി എല്ലാം 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 സകലതും നേടിത്തന്നു. ഇനി ഞാൻ മകനാ, ഇനി ഞാൻ മകളാ. എൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ട്, ഡിയർ മദർ, യു ഹു ആർ സോ മൈറ്റി ആൻഡ് വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംബോധന ചെയ്താൽ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ ഓർക്കും, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയെന്ന് ഓർക്കും. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഈ മമ്മ എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെയൊക്കെ എന്നെ കയറി പിടിച്ച് എന്നോടിരുന്ന് ഇങ്ങനെയായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് എല്ലാം എന്നോട് പറയുന്നിടത്ത് അവിടെ ബന്ധമുണ്ട്. അല്ലാത്തടത്ത് ബന്ധമല്ല, അവിടെ കുറെ ചടങ്ങാ ഉള്ളത്. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവ മക്കള്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിനോട് പറഞ്ഞ് നാം ദൈവ മക്കള്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിനോട് പറഞ്ഞേ, ഇന്ന് ഇതിനപ്പുറം പറയുന്നവരോട് എല്ലാവരോടും പറഞ്ഞേ, ദേ നോക്കിക്കേ, ഞാൻ ദൈവ പൈതല. ഞാൻ കർത്താവിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്നേഹത്തിലാ ചെയ്യുന്നത്. ഹല്ലേലൂയ. എനിക്കിത് നേടാൻ വേണ്ടിയല്ല, അയ്യോ ഞാനിത് ചെയ്തില്ലെങ്കിൽ കർത്താവ് എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. നോ, അങ്ങനെയില്ല. നിൽക്കും. നോ, അല്ല. സ്തോത്രം. എന്നെ കൊണ്ടാകുന്നത് ഞാൻ ചെയ്യുന്നു. ഞാൻ എൻ്റെ ശരീരം കൊണ്ട്, പലവരും ദശാംശം ഞാൻ കൊടുത്തു, ഇനി ഞാൻ ഒന്നും ചെയ്യേണ്ട, ഇതിനകത്ത് ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടുന്നില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കണം. കർത്താവുമായിട്ടിരുന്നോ, കർത്താവുമായിട്ട് കൊഞ്ചിയോ, ചെലവഴിച്ചോ, വചനം ധ്യാനിച്ചോ, ഇതൊക്കെയാ നമ്മൾ നോക്കേണ്ടത്. ഹല്ലേലൂയ. ബാക്കിയെല്ലാം പ്രവർത്തിയാൽ നമുക്കൊന്നും ഈ വിശ്വാസത്തിനകത്ത് നേടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒന്നും കൂടെ കൊളോസിയർ 2:8 ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. Don't let anyone തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ വശീകരിച്ച് അടിമപ്പെടുത്താതിരിക്കല്ലേ. നമ്മള് നമ്മള് പുതിയ നിയമം, നമ്മള് സുവിശേഷ ഭാഗങ്ങളൊക്കെ നോക്കിക്കേ. യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വന്നവരെയൊക്കെ യേശു പറഞ്ഞോ, നിങ്ങള് പോയി അതൊക്കെ ചെയ്ഞ്ഞോ? നോ. യേശു യേശുവിനെ കുറിച്ച് പറയുന്നേ, യേശുവിന് അവരോടൊക്കെ മനസ്സലിവ് തോന്നി. ആ ഭൂതഗ്രസ്തൻ കിടന്ന ദെക്കപ്പോലിസ് ദേശത്ത് യേശു ചെന്നു അവനെ വിടുവിക്കുവാൻ.
ഇത്ര നല്ല കർത്താവിനെയാ നമ്മൾ സേവിക്കുന്നേ. ഹല്ലിയ, കാൺമീൻ നാം ദൈവമക്കള്. ഹല്ലിയ, നമ്മൾ യോഗ്യരല്ലാതെ ഇരുന്നപ്പോഴും, നമ്മൾ കൊള്ളാത്തവരായിരുന്നപ്പോഴും എൻ്റെ കർത്താവ് നമ്മളെ തേടി വന്നു. ആദ്യ വിശ്വാസത്തിലേക്കൊന്ന് ചെന്നേ, ആദ്യ ദിവസങ്ങളിലേക്കൊന്ന് ചെന്നേ. നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടും ചെയ്തിട്ടുമാണോ കർത്താവ് നമ്മളെ തേടി വന്നേ? ആരെങ്കിലും കർത്താവ് ചെയ്തിട്ടുമാണോ കർത്താവ് നമ്മളെ തേടി വന്നേ? ആരെങ്കിലും കർത്താവിന് നമ്മൾ എന്തെങ്കിലും, നമ്മൾ 10 പേർക്ക് ആഹാരം മേടിച്ചു കൊടുത്തത് കൊണ്ടാണോ കർത്താവ് നമ്മളെ വിടുവിച്ചത്? അല്ല. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നേടിയെടുത്തതിനെ, ഹല്ലേലൂയ, ആരും നിസ്സാരമായി കാണല്. കർത്താവ് കാൽവരി ക്രൂശിൽ സൗജന്യമായി അതിശയവും അത്ഭുതകരവുമായ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയാ. ഹല്ലിയ, ഇന്ന് നമ്മളുടെ ഏത് പ്രവൃത്തിയും ഒന്നുമില്ല കർത്താവ് ചെയ്തതിനെ ഓർത്ത്. ഹല്ലിയ, ഇതെല്ലാം സൗജന്യമാ. ഇന്ന് പറഞ്ഞേ, ഞാൻ എന്ത് ചെയ്താലും അതൊന്നും ഒരു കാര്യവുമില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നേ ബന്ധത്തിലാ അനുഗ്രഹിക്കുന്നേ. ഈ ബന്ധം കർത്താവുമായിട്ടിരുന്ന് സ്നേഹിച്ച്, കർത്താവുമായിട്ടിരുന്ന് ചിരിച്ചും പ്രാർത്ഥിച്ചും പ്രേമിച്ചും ഒക്കെ ഇരിക്കുന്നിടത്താ ബന്ധം പുലർത്തുന്നേ. ഹല്ലേലൂയ. നിയമമല്ല ബന്ധം പുലർത്തുന്നേ, നിയമമല്ല ബന്ധം പുലർത്തുന്നേ. യോ, ഞാനിത് ചെയ്താലേ ഞാൻ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. നോ, വ്യാജമാത്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ്, ഹല്ലേലൂയ, ആ ചിന്താഗതിയെ ഒന്ന് മാറ്റിയെടുക്കട്ടെ. നാം ദൈവമക്കളാ. 1 യോഹന്നാൻ 3-ന്റെ സ്തോത്രം, അതിന്റെ 2-നകത്ത് we are already God's children. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരും ഓൾറെഡി ദൈവമക്കളാ. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഞാൻ ഓൾറെഡി ദൈവമക്കളാ, ദൈവമകനാ, ദൈവമകളാ. ഓൾറെഡി കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്ത് തന്ന് ഞാനത് വിശ്വസിച്ചപ്പം തന്നെ ഞാൻ മകളും മകനുമായി. എൻ്റെ വീട്ടിലെ എൻ്റെ കുഞ്ഞുങ്ങള് എന്നോട് വന്ന് പറയാറില്ല, മമ്മ ഫീസ് അടയ്ക്കണം, വീട്ടിലെ റെന്റ് കൊടുക്കണം, ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ആഹാരം കഴിക്കാൻ റെഡിയാക്കണം. പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. എന്താ, ഞാൻ വീട്ടിലെ ഒരു അമ്മയാ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുണ്ടെന്ന് എനിക്കറിയാം, ഞാനത് ചെയ്യും. അങ്ങനെയെങ്കിൽ ഹല്ലിയ, ഞാൻ മകനും മകളുമാണെന്ന് സ്വർഗത്തിനറിയാം. എനിക്ക് വേണ്ടത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഉത്തരം അരുളുന്ന ഒരു കർത്താവുണ്ട്. ചോദിക്കുന്നതിന് മുമ്പേ നൽകുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ബന്ധത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമാ സകലതും നേടിയെടുക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പല ഹല്ലേലൂയ, സ്തോത്രം. പല നമ്മൾ ബൈബിളിനകത്ത് വായിക്കുന്നുണ്ട്, കർത്താവ് പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതികളൊന്നും വിട്ടുമാറി പോകത്തില്ല. പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കർത്താവുമായിട്ട് പറ്റിച്ചേർന്നിരിക്കണം. ലോകത്തിൽ നിന്ന് വിട്ടുകളയേണ്ടത് പലതും വിശ്വസിക്കണം. ഇതെന്റെ കർത്താവാ. ഹല്ലിയ. അല്ലെങ്കിൽ കർത്താവിന് പറയാമായിരുന്നല്ലോ, നിങ്ങൾ കരയണം, നിങ്ങൾ നിലവിളിക്കണം, നിങ്ങൾ നെഞ്ചത്തടിക്കണം, നിങ്ങൾ ഇങ്ങനെ 1 2 3 4 5 ഇതൊക്കെ ചെയ്യണം. നോ. ഹല്ലിയ. ഇന്ന് പറഞ്ഞേ, എൻ്റെ രക്ഷ സൗജന്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സകലതും സൗജന്യമാ. ഞാനും നിങ്ങളും നിൽക്കുന്നത് സകലതും സൗജന്യമാ. ഞാനും നിങ്ങളും നിൽക്കുന്നത് ഒരു ജയത്തിന്റെ വശത്ത് നിന്ന് നമ്മൾ കർത്താവിനെ സേവിക്കുന്നേ. കാൽവരി ക്രൂശ് നിങ്ങൾക്കും എനിക്കും നേടിത്തന്ന ജയം. നമ്മൾ ജയാളികള്. അല്ലെ, നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി കരഞ്ഞും നിലവിളിച്ചുമല്ല ഇരിക്കേണ്ടത്, സ്നേഹിച്ച ഇരിക്കേണ്ടത്. ഒന്ന് ചെയ്തു നോക്കിക്കേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, കാഴ്ചപ്പാടുകൾ മാറട്ടെ. അടിമകളല്ല, ഹല്ലേലൂയ, വേലക്കാരല്ല, ഹല്ലേലൂയ, ദൂരത്ത് നിൽക്കുന്നവരല്ല, മക്കള്. കർത്താവെ, ഉള്ളറകൾക്കകത്ത് കയറട്ടെ. കർത്താവെ, ഞാൻ ദൈവ മകനാ, ഞാൻ ദൈവ മകള്. ഇന്ന് കർത്താവ് ചെയ്തതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ഉപവാസങ്ങളും എൻ്റെ കണ്ണുനീരുകളും ഞാൻ കൊടുക്കുന്നതും എടുക്കുന്നതും അല്ല കർത്താവ് നോക്കുന്നത്, എൻ്റെ ബന്ധമാ നോക്കുന്നത്. കർത്താവ് ഈ ഒരു ബോധ്യമാ നോക്കുന്നത്. കർത്താവ് ഈ ഒരു ബോധ്യത്തിനകത്തേക്ക് പ്രിയ ജനം കടന്നു വരട്ടെ. ഹല്ലേലൂയ. എൻ്റെ ബന്ധം, എൻ്റെ സ്നേഹം, എൻ്റെ കർത്താവുമായിട്ട് ഞാൻ പുലർത്തുന്ന ആ ഒരു കൂട്ടായ്മ, ഇതാണ് കർത്താവെ എൻ്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹം വെളിപ്പെടുത്തുക. കർത്താവ് എനിക്ക് ഓൾറെഡി ഇത് നേടിത്തന്നു. ഞാനിത് കരം നീട്ടി ഒന്ന് ഹൃദയത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കട്ടെ. കാൺമീൻ നാം ദൈവ മക്കള്. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ